കരനെൽകൃഷിയിൽ വിളവെടുത്ത് വരാപ്പുഴ കടേപ്പറമ്പിൽ ഡൊമിനിക് പോളി വീണ്ടും മികവ് തെളിയിച്ചു. പച്ചക്കറികളും കപ്പലണ്ടി മുതലായവ തരിശുഭൂമിയിൽ കൃഷിയിറക്കി വിളവെടുത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ആദരവും അവാർഡ് നേടിയിട്ടുള്ള പോളി പരീക്ഷണാടിസ്ഥാനത്തിലാണ് കരനെൽ കൃഷി ഇറക്കിയത്. വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് കൊയ്ത്ത് ഉദ്ഘാടനം ചെയ്തു. ഇതൊരു പരീക്ഷണമാണെങ്കിലും ഇതൊരു നല്ല പാഠം കൂടിയാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും കൃഷി ചെയ്യാം, എവിടെയും കൃഷി ചെയ്യാം. ഇവിടെ മാത്രമല്ല, എവിടെ. ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, നമ്മുടെ വഴിയരികളിലൊക്കെ തൊഴിലുറപ്പുകാരെ കാട് വെട്ടാൻ വിളിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനേക്കാൾ നേരത്തെ മഴക്കാലം ആകുമ്പോൾ കുറച്ച് നെല്ലിത്തങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അവിടെ അത് വിളഞ്ഞു നിന്നോളൂ. വേണമെങ്കിൽ കിളികളൊക്കെ ഭക്ഷണമാക്കിക്കോട്ടെ, എന്നാലും പ്രശ്നമില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുന്ന നല്ല പാഠങ്ങളിലെ അതാണ്, കൃഷിയുടെ പാഠങ്ങളാണ് ഇവിടെ നിന്നും വെണ്ട മുതലായ സാധനങ്ങൾ, പച്ചക്കറിയൊക്കെ ഇതിൻ്റെ കൃഷിയുടെ കഴിഞ്ഞു. അതൊക്കെ പൊളിച്ചേട്ടൻ ചെയ്ത് കാണിക്കുന്ന മൾച്ചിങ് എന്ന പുതിയ രീതി അവലംബിച്ചുകൊണ്ടുള്ള കൃഷി രീതിയായിരുന്നു ഇവിടെ വന്നത്. നമ്മൾ അങ്ങനത്തെ പണ്ടുള്ള കൃഷി രീതികളിൽ നിന്നൊക്കെ മാറി പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ. അപ്പോൾ പൊളിച്ചേട്ടൻ സ്ഥിരമായിട്ട് എപ്പോഴും എന്തെങ്കിലും പശു വളർത്തുന്നുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പച്ചക്കറിയൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. കൃഷിഭവൻ ഓഫീസർ അൽക്ക ഷെരീഫ് വിശേഷം പങ്കുവച്ചു. വരാപ്പുഴ കൃഷിഭവനിലെ ഒരു മികച്ച കർഷകനാണ് പോളിച്ചേട്ടൻ പച്ചക്കറി കൃഷിയൊക്കെ വളരെ നന്നായി ചെയ്തിരുന്ന ഒരു ചേട്ടനാണ്. ഇപ്പോൾ പുതിയതായിട്ട് കരനെൽ കൃഷി ഒന്നൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് പോളിച്ചേട്ടൻ. അത് വളരെ നല്ല രീതിയിൽ വിജയമായി ഇന്ന് ഇവിടെ ഞങ്ങൾ കൊയ്തെടുത്തു. അപ്പോൾ ഇനി അടുത്ത വർഷം ഇത് കുറച്ചും കൂടി ലാർജ് ഏരിയയിൽ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. കരനെൽ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഒരു അഭിപ്രായമാണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റും, അത് വിജയിക്കുമെന്ന് ഇന്ന് പോളിച്ചേട്ടൻ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. പോളിച്ചേട്ടൻ എല്ലാവരും ഒരു മാതൃകയാക്കണം. പ്രവാസിയായ പോളി ആട്, പശു, കോഴി എന്നിവയും വളർത്തി വരുമാന മാർഗമാക്കി മാതൃകയായി. പഞ്ചായത്ത്, കൃഷിഭവൻ, CDS, കുടുംബശ്രീ, തൊഴിലുറപ്പ് എന്നിവരുടെ സഹകരണവും സംരംഭത്തിനുണ്ടായിരുന്നു. TN നിഷിൽ, CR അനീഷ്, PT മേഴ്സി, ലിയ എന്നിവരും പങ്കെടുത്തു. പോളി സിറ്റി വോയിസിനോട് സംസാരിച്ചു. ഞാനൊരു വെറൈറ്റി ആയിട്ട് കുറച്ച് നെല്ല് നട്ടതാണ്. ഉമ്മ എന്നുള്ള നെല്ലാണ്. പിന്നെ ഈ ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ട ഉള്ളൊരു സ്ഥലമാണ്. അത് ഈ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടും വെള്ളം കയറാത്തൊരു സ്ഥലമാണ്. അത്രയും പൊക്കമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഈ നെല്ല് ഞാൻ ചെയ്തത്. അത് നല്ല വരൾച്ചുള്ള മണ്ണുമാണ്, പൂഴി മണ്ണാണ്. എനിക്ക് വളരെ തൃപ്തികരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 120 ദിവസം കൊണ്ട് നമുക്ക് ഈ നെല്ല് വിളയിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് കൊയ്ത്തുത്സവം നടത്തി. അപ്പോൾ നമുക്ക് നമ്മുടെ കൃഷി നമുക്ക് ഈ പൊക്കാളി കൃഷിക്കും മധുരവിനും വേണ്ടിയിട്ട് സമയം കളയണതിലും നല്ലത്. എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഒഴിഞ്ഞിടക്കുന്ന പറമ്പുകളിലെല്ലാം പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെ സഹായത്തോടുകൂടി നമുക്ക് കരനെല്ല് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അത് തൊഴിലുറപ്പുകാരും മറ്റുള്ളവരൊക്കെ ഇത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെയൊക്കെ കൂട്ടിയിട്ട് ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ വീട്ടാവശ്യത്തിനുള്ള നെല്ല് നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്കുള്ളത്. പക്ഷെ ഞാനത് കുറച്ച് ചെയ്തു. ഇനി തുടർച്ചയായിട്ട് ഈ പറമ്പിൽ തന്നെ അതുപോലെ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം കൂടി കിട്ടിയതുണ്ടെങ്കിൽ അവിടെയും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അത് ഞാൻ ചെയ്യാൻ വളരെ ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നു. CJ ജോയ്, സിറ്റി വോയിസ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.